Hallo Arshad, guten Morgen. Guten Morgen. Yeah. സോ ബാക്കിയുള്ളവർ ജോയിൻ ആവുന്നുണ്ടാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി വെയിറ്റ് ചെയ്തു കുറച്ചു നേരം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത് അർഷദ്? ഏത് ടോപ്പിക് ആയിരുന്നു നോക്കിയിരുന്നത്? Vast and good record. വെക്സൽ പ്രപ്പോസിഷൻ അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്? Yeah. വെക്സൽ പ്രപ്പോസിഷൻ ആയിരുന്നു. എന്തായിരുന്നു വെക്സൽ പ്രപ്പോസിഷൻ എന്ന് വെച്ചാൽ? മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അക്വസേറ്റീവ് ആവും, മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഡാറ്റീവ് ആവും. വെക്സൽ പ്രപ്പോസിഷന്റെ പ്രത്യേകത എന്താണ്? ഇത് ബോത്ത് ഡാറ്റീവും ആവാം അക്വസാറ്റീവും ആവാം. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് അക്വസാറ്റീവ് ആയിരിക്കും, മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഡാറ്റീവ് ആയിരിക്കും. ഏതൊക്കെയായിരുന്നു നമ്മുടെ വെക്സൽ പ്രപ്പോസിഷൻസ്? Über, auf, in, zwischen, unter, vor, hinter, neben, and. Über, auf, in, zwischen, under, for, hinter and neben. ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച വെക്സൽ പ്രപ്പോസിഷൻസ്. അതാണ് മേജർ ആയിട്ട് വെക്സൽ പ്രപ്പോസിഷന്റെ കാര്യത്തിൽ നോക്കിയത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പറാറ്റീവ്സ് ആണ്. സെക്കൻഡ് Imperative. ഇമ്പറാറ്റീവ് സാറ്റ്സ് അല്ലെങ്കിൽ ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇമ്പരേറ്റീവ് സെന്റൻസിനെ കുറിച്ച് അർഷദിന് അറിയോ? എനിത്തിങ് അബൌട്ട് ദാറ്റ്? നമ്മൾ ഇംഗ്ലീഷിലോ എല്ലാ ഭാഷയിലും യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. അറിയാവോ? ഓക്കെ, ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. ഒരു സെന്റൻസ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഗെറ്റ് ഔട്ട് അല്ലെങ്കിൽ കം ഇൻ അല്ലെങ്കിൽ ഡു ഇറ്റ് ഇങ്ങനെ ഈ സെന്റൻസുകളിലൊക്കെ എന്താ പ്രത്യേകത വരുന്നത്? ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഇൻ, കം ഓൺ, കം ഒരു ഇൻ. കമന്റ് എടുക്കാം. അതൊരു കമാൻഡ് ആണ് കൊടുക്കുന്നത് അല്ലെ? കമാൻഡ് ആണ് കൊടുക്കുന്നത്. ഒരു 1 പോയിന്റ്. വേറെ ഒരു പ്രത്യേകത ആ സെന്റൻസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഇൻ, കം ഇൻ, കം ഔട്ട്. റിക്വസ്റ്റ്. ഓക്കെ, ബട്ട് ആ സെന്റൻസിലെ ആളുകളെ, സെന്റൻസിന്റെ പാർട്ടുകളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. അതിൽ ആരോ ഒരാൾ മിസ്സിംഗ് ആണ്. ആരാണ്? ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഇൻ. ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്, പക്ഷെ ഇതിൽ ഒരാൾ മിസ്സിംഗ് ആണ്. ആരാണ്? ഗുഡ്. സബ്ജക്റ്റ് മിസ്സിംഗ് ആണ്. സോ ഇമ്പറാറ്റീവ് സെന്റൻസിന്റെ ഫസ്റ്റത്തെ പ്രത്യേകത എന്താണ്? ഇമ്പറാറ്റീവ് സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമാൻഡ്, റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ, വാർണിംഗ്, ഇൻസ്ട്രക്ഷൻ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇമ്പറാറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇമ്പറാറ്റീവ് സാറ്റ്സിന്റെ വേറൊരു പ്രത്യേകതയാണ് എന്ത്? അതിന് നമ്മൾ സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ഇമ്പറാറ്റീവ് സാറ്റ്സിന്റെ വേറൊരു പ്രത്യേകത നമ്മൾ നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് നമ്മളൊരു സെന്റൻസ് ഇമ്പറാറ്റീവിൽ എഴുതുമ്പോൾ അത് എപ്പോഴും പ്രസന്റ് ടെൻസിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗെറ്റ് ഇൻ എന്ന് പറയുമ്പോൾ നമുക്കത് ഗെറ്റ് ഇൻ എന്നുള്ളത് ഇപ്പൊ പറയുന്ന കാര്യമാണ് അല്ലെ? ഇപ്പൊ കൊടുക്കുന്ന കമാൻഡ് ആണ്. അതുകൊണ്ട് നമുക്കത് എപ്പോഴും പ്രസന്റിലേ എഴുതാൻ പറ്റുള്ളൂ. ഇമ്പറാറ്റീവ് സാറ്റ്സ് നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിലോ പാസ്റ്റ് ടെൻസിലോ എഴുതാൻ പറ്റില്ല. ആൻഡ് ഇമ്പറാറ്റീവ് സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് പേഴ്സണിനോട് സംസാരിക്കാനാണ്. ദാറ്റ് ഈസ് യു എന്നുള്ള ഒരു സബ്ജക്ട് വെച്ചിട്ട് സംസാരിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇമ്പറാറ്റീവ് സാറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അർഷദ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അർഷദിനോട് പറയാണ് ഗെറ്റ് ഇൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഞാൻ അർഷദിനെ യു എന്ന് റെഫർ ചെയ്തുകൊണ്ട് അല്ലെ, യു എന്ന് സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. സോ ഇമ്പറാറ്റീവ് സാറ്റ്സ് നമുക്ക് സെക്കൻഡ് പേഴ്സണിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജർമ്മനിൽ നമുക്ക് എത്ര യു വരുന്നുണ്ട്? ഡു ഡു und ഏതായിരുന്നു? ഡു ആൻഡ് ഇയർ ആണോ? ഇയർ ആൻഡ് 3 യു വരുന്നുണ്ട്. ഡു, സി, ഇയർ. ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ ആയിട്ട് യു പറയാൻ, സി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർമൽ ആയിട്ട് യു പറയാൻ, ഇയർ നമ്മൾ യൂസ് ചെയ്യുന്നത് യു ഓൾ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ജർമ്മനിൽ ഈ ഇമ്പറാറ്റീവ് സാറ്റ്സ് ഈ 3 യുടെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഡു, സി, ഇയർ.
ഓക്കെ. സോ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ ജർമ്മനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Wir benutzen Imperativ für. We use Imperativ for. Bitten. Bitten എന്ന് വെച്ചാൽ റിക്വസ്റ്റ് കാണിക്കാൻ വേണ്ടി. സെക്കൻഡ് വൺ ബിഫേല. ബിഫേല മീൻസ് കമാൻഡ്സ് കാണിക്കാൻ വേണ്ടി. തേർഡ് വൺ ഫോർഷ്ലേഗ്, സജഷൻസ് കാണിക്കാൻ വേണ്ടി. നെക്സ്റ്റ് വൺ ഹിൻവൈസ്. ഹിൻവൈസ് മീൻസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി. ആൻഡ് ലാസ്റ്റ് വൺ റാറ്റ്ഷ്ലാഗ്. റാറ്റ്ഷ്ലാഗ് മീൻസ് അഡ്വൈസസ് കൊടുക്കാൻ വേണ്ടി. ഇത്ര കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇമ്പറാറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് അഗൈൻ ഇമ്പറാറ്റീവിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പറാറ്റീവിന്റെ യൂസസ് എന്തൊക്കെയാന്നുള്ളത്. ഇമ്പറാറ്റീവില് സബ്ജക്റ്റ് വരില്ല. ഇമ്പറാറ്റീവ് ഏത് ടെൻസിലാണ് എഴുതുക? present type. യാ, നമ്മൾ ഏത് പേഴ്സണിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പറാറ്റീവ് യൂസ് ചെയ്യുന്നത്? You. യാ, ഏതൊക്കെ യു ആണ് ജർമ്മനിൽ? Do, sie, ihr. ഡു, സി, ഇയർ. ഇനി താഴെ കുറച്ച് ഇമ്പറാറ്റീവിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം എക്സാമ്പിൾ നോക്കുക, എന്നിട്ട് ഞാൻ അതെങ്ങനെ എഴുതുക എന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇസ് ഡു ഇറ്റ്. ഈ ഡു ഇറ്റ് ഇംഗ്ലീഷ് നോക്കിയാൽ തന്നെ അറിയാം, അവിടെ എന്ത് വരുന്നില്ല? സബ്ജക്റ്റ് വരുന്നില്ല, അല്ലെ? സോ നമ്മളത് ഡു, ടു ഡു എന്നുള്ളതിന് മാഹൻ എന്ന് പറയും. എന്നിട്ട് നമ്മൾ അത് എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് മാഹ് ദാസ്. മാഹ് ദാസ്. ഇവിടെ എന്ത് വന്നില്ല? സബ്ജക്റ്റ് വന്നില്ല. ഫസ്റ്റ് പൊസിഷനിൽ തന്നെ വന്നത് വേർബ് ആണ്. അതും വേർബ് നമ്മൾ ഫുള്ളി കൊടുത്തിട്ടില്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് വൺ കോൾ മീ. കോൾ മീ എന്നുള്ളതാണ്. കോൾ എന്നുള്ളതിന് നമ്മൾ അൺറൂഫൻ എന്നുള്ള വേർബാണ് യൂസ് ചെയ്യുക, അല്ലെ? ഇവിടെയും നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? സബ്ജക്റ്റ് കൊടുത്തിട്ടില്ല. ഫസ്റ്റ് പൊസിഷനിൽ തന്നെ ട്രെൻബാര വേർബാണ് അൺറൂഫൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സഫിക്സ് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ പ്രിഫിക്സ് ലാസ്റ്റിൽ പോയി. അതും കോൺജുഗേറ്റ് ചെയ്ത സഫിക്സ് റൂഫൻ എന്നുള്ളത്. അവിടെ മെഷീൻ എന്നുള്ളത് എങ്ങനെ വന്നേ? മീ എന്നുള്ളതിന് മീ എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സബ്ജക്റ്റ് നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ മീ എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അവിടെ അക്യൂസേറ്റീവ് ആയിട്ടല്ലേ മിഷ് വന്നേ? അക്യൂസേറ്റീവ്. അപ്പൊ റൂഫ് മിഷ് അൻ എന്ന് വരും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ ഇസ് ലിസൺ. ടു ലിസൺ എന്നുള്ളതിന് സുഹ്യോറിൻ എന്നുള്ള വേർബ് നമ്മൾ യൂസ് ചെയ്യുക. സുഹ്യോറിൻ ട്രെൻബാര വേർബാണ്. സോ അത് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു, ഹ്യോർ സു എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു ഇമ്പറാറ്റീവ് സെന്റൻസ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്കറിയാം ഇമ്പറാറ്റീവ് സെന്റൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് റിക്വസ്റ്റ്, കമാൻഡ് ഇതൊക്കെ കൊടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്, നമുക്ക് ഒരാളോട് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന സമയത്താണ് ബേസിക്കലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇമ്പറാറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെയ്യൂ അല്ലെങ്കിൽ ഇത് ചെയ്യരുത്. ദാറ്റ് ഈസ് ബേസിക്കലി കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പറാറ്റീവ് സെൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നമ്മൾ ഇമ്പറാറ്റീവ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വേർബ് വരും. ഓക്കെ, ഇമ്പറാറ്റീവ് സെന്റൻസ് ബിൽഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ആര് വരും? വേർബ് വരും. അപ്പൊ ഈ വേർബ് വരുമ്പോൾ ഒരിക്കലും ഈ വേർബിന് മൊഡാൽ വേർബ് ആവാൻ പാടില്ല. ദാറ്റ് ഈസ് മൊഡാൽ വേർബ്സിന്റെ കൂടെ നമുക്ക് ഒരിക്കലും ഇമ്പറാറ്റീവ് സാറ്റ്സ് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദിസ്, എങ്ങനെ ഇമ്പറാറ്റീവ് സെന്റൻസ് എഴുതും എന്നുള്ളതിലേക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഇമ്പറാറ്റീവ് എഴുതുക എന്നുള്ളത് പറഞ്ഞത്? സബ്ജക്ട് ഏതൊക്കെ യുടെ കൂടെയാണ് നമ്മൾ ഇമ്പറാറ്റീവ് എഴുതുന്നത്? ഡു, സി, ഇയർ. ഡു, സി, ഇയർ. ഈ ഡു, സി, ഇയർ 3 യൂസ് ചെയ്യുമ്പോഴും 3 റൂൾസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, 3 വെച്ച് നമ്മൾ ഇമ്പറാറ്റീവ് എഴുതുമ്പോഴും 3 റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം ഡു വെച്ചിട്ടുള്ള നോക്കാം. ഓക്കെ, ഡു വെച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് കൊടുക്കോ ഇല്ലേ എന്നുള്ളതാണ് ഫസ്റ്റത്തത്. ഓക്കെ, ഫസ്റ്റ് ബോക്സസ് നോമിനാറ്റീവ്, ദാറ്റ് സബ്ജക്റ്റ് വേണോ. സെക്കൻഡ് ബോക്സസ് വേർബ് എൻഡും വേർബ് എൻഡിങ് വേണോ എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ബോക്സിൽ നോക്കുക, ഡൂടെ കൂടെ സബ്ജക്റ്റ് വേണ്ട, വേർബ് എൻഡിങ്ങും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെ കോൺജുഗേറ്റ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. കം ഏർലി ടുഡേ എന്നാണ്. ഓക്കെ, കം ഏർലി ടുഡേ. ടു കം എന്നുള്ളതിന് ഏത് വേർബായിരുന്നു പറയുന്നത്? കോമൺ. കോമൺ. ഏർലി എന്നുള്ളതിന് നമ്മൾ ഫ്രിയൂഹ് എന്ന് പറയും. ഫ്രിയൂഹ്. ഓക്കെ, ടുഡേ എന്നുള്ളതിന് എന്തായിരുന്നു പറയുന്നത്? ഹൈറ്റ്. ഇനി ഡൂടെ കൂടെ എഴുതുമ്പോൾ എന്തൊക്കെയായിരുന്നു റൂള്? സബ്ജക്റ്റും വേണ്ട, വേർബ് എൻഡിങ്ങും വേണ്ട. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ആദ്യം ഡൂടെ കൂടെ കൊമൻ ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത് ഇയാളെ എങ്ങനെയാ വരിക? കൊമൻ
കോംസ്റ്റ് എന്ന് വരും. കോംസ്റ്റ് ST വരും. അപ്പൊ നമ്മുടെ റൂളിൽ എന്താ പറഞ്ഞത്? വേർബ് എൻഡിങ് വേണ്ട. സോ കോംസ്റ്റ് എന്ന് വരുമ്പോ ST നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ എന്തോന്നു? com, കോം എന്ന് വന്നു. ഈ കോമിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കും. ഫസ്റ്റ് പൊസിഷനിൽ വേർബ് വരണം. ഓക്കെ. പിന്നെ അവിടെ സബ്ജക്റ്റും വേണ്ട. സോ സബ്ജക്റ്റും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ വരും? കോം ഫ്രൂ ഹോയ്റ്റ്. ദൂടെ കൂടെ ഇമ്പറാറ്റീവ് എഴുതുമ്പോൾ സബ്ജക്റ്റും വേണ്ട, വേർബ് എൻഡിങ്ങും വേണ്ട. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം ദൂടെ കൂടെ ആ വേർബിനെ നമ്മളൊന്ന് കോൺജുഗേറ്റ് ചെയ്യും. എന്നിട്ട് ആ വേർബ് എൻഡിങ് നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ആ വേർബിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കും. എന്നിട്ട് എങ്ങനെ വരും? കോം ഫ്രൂ ഹോയ്റ്റ്. ഓക്കെ. ഇനി മേലെ കൊടുത്ത എക്സാമ്പിളും കൂടെ നമുക്കത് നോക്കാം. ഡു ഇറ്റ് എന്നാണ്. ഓക്കെ. ഡു ഇറ്റ്. ടു ഡു എന്നുള്ളതിന് ഏത് വേർബായിരുന്നു? machen, മാഖൻ എന്നുള്ളത് വരും. ഇവിടെ ഇറ്റ് എന്നുള്ളതിന് നമ്മൾ ദാസ് എന്നാണ് റെഫർ ചെയ്യുന്നത്. ഡു ദാറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ. സോ ദൂടെ കൂടെ ഇത് എഴുതുമ്പോൾ ദൂടെ കൂടെ മാഖൻ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? machst, യാ മാക്സ്ഡ്. അപ്പൊ ദൂടെ കൂടെ എഴുതും സബ്ജക്റ്റ് വരുമോ? ഇല്ല, സബ്ജക്റ്റ് വരില്ല. വേർബ് എൻഡിങ് വരുമോ? ഇല്ല. അപ്പൊ ദൂടെ കൂടെ മാഖൻ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ മാർക്സ്ഡ് വന്നു. സോ നമ്മൾ മാർക്സ്ഡ് എന്നാണോ എഴുതുക? അല്ല, മാഹ് എന്ന് എഴുതും. ഫസ്റ്റ് പൊസിഷനിൽ മാഹ് എന്ന് എഴുതും. എന്നിട്ട് ബാക്കിയുള്ളത് മാഹ് ദാസ് എന്ന് വരും. Okay? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ യു, ദാറ്റ് സീയുടെ കൂടെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഇമ്പറാറ്റീവ് ആർട്സ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സീയുടെ കൂടെ എഴുതുമ്പോൾ നമുക്ക് ബോത്ത് നോമിനാറ്റീവും വേണം, അതുപോലെ തന്നെ വേർബ് എൻഡിങ്ങും കൊടുക്കണം. ഓക്കെ. ദാറ്റ് ഈസ് ആ സെന്റൻസിൽ സി എന്നുള്ളതായിരിക്കും അതിലെ നോമിനാറ്റീവ്. അതും നമ്മൾ അവിടെ ആ സെന്റൻസിൽ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ സെന്റൻസിലെ വേർബ് എൻഡിങ്ങും കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. കം ഏർലി ടുഡേ. സോറി. യാ, കം ഏർലി ടുഡേ എന്നുള്ളതാണ് വരുന്നത് അല്ലെ. ഇത് നമുക്ക് സീയുടെ കൂടെ വരുമ്പോൾ, സീയുടെ കൂടെ കോമൺ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ common, യാ കോമൺ എന്ന് തന്നെ വരും. അപ്പൊ നമ്മുടെ വേർബിന്റെ പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ ആണ്. ഇവിടെ വേർബ് എൻഡിങ് വേണോ വേണ്ടേ? വേണം. വേണം. അപ്പൊ നമ്മൾ കൊമ്മന്റെ എന്ന് റിമൂവ് ചെയ്യോ ഇല്ലയോ? ഇല്ല. സോ ഇങ്ങനെ വരും, കൊമ്മൻ എന്ന് ഫസ്റ്റ് വരും. Common. ഓക്കെ. ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ വേർബാണ്. ഇമ്പറാറ്റീവിൽ ഓൾവേസ് ഫസ്റ്റ് പൊസിഷനിൽ വേർബ് വരും. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ സബ്ജക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സബ്ജക്ട് വരും. അപ്പൊ ഈ സെന്റൻസിലെ സബ്ജക്ട് ആരാണ്? Kommen Sie, കൊമ്മൻ സി. എന്നിട്ട് ബാക്കി എന്താ വരുന്നത്? früh heute, യാ, കൊമ്മൻ സി ഫ്രൂ ഹോയ്റ്റ് എന്ന് വരും. കൊമ്മൻ സി ഫ്രൂ ഹോയ്റ്റ്. അപ്പൊ സിയുടെ കൂടെ ഇമ്പറാറ്റീവ് ബിൽഡ് ചെയ്യുമ്പോൾ സബ്ജക്റ്റും വേണം, വേർബ് എൻഡിങ്ങും വേണം. ദൂടെ കൂടെ നമ്മൾ ഇമ്പറാറ്റീവ് ബിൽഡ് ചെയ്യുമ്പോൾ സബ്ജക്റ്റും വേണ്ട, വേർബ് എൻഡിങ്ങും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് ഡു ഇറ്റ് എന്നുള്ളതൊന്ന് ഇയാളൊന്ന് പറഞ്ഞ സി വെച്ചിട്ട്. machen Sie das, യാ, sehr gut. machen Sie das എന്ന് വരും. sehr good. ആയിട്ട് നോക്കാൻ പോകുന്നത് ഇയർ വെച്ചിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ. ഇയർ വെച്ച് എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇയറിന്റെ കൂടെ സബ്ജക്റ്റ് വേണ്ട. ഓക്കെ. നോമിനാറ്റീവ് വേണ്ട, പക്ഷെ വേർബ് എൻഡിങ് വേണം. ക്ലിയർ ആയോ? സബ്ജക്റ്റ് നമ്മൾ ആ സെന്റൻസിൽ എഴുതണ്ട, പക്ഷെ വേർബ് എൻഡിങ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ സെയിം സെന്റൻസ് നോക്കാം. കം ഏർലി ടുഡേ എന്നുള്ള അടുത്ത്. സോ നമ്മൾ ഇയറിന്റെ കൂടെ നമ്മൾ കോമൺ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? യാ, കോംറ്റ് എന്ന് വരും. കോംറ്റ് എന്ന് വരും. പിന്നെ ഇയർ നമ്മൾ എഴുതണോ വേണ്ടേ? വേണ്ട. യാ, ബിക്കോസ് സബ്ജക്റ്റ് അവിടെ ആവശ്യമില്ല. അപ്പൊ എങ്ങനെയായിരിക്കും സെന്റൻസ് വരിക? Kommt früh heute, യാ, കോംറ്റ് ഫ്രൂ ഹോയ്റ്റ് എന്ന് വരും. ഇനി അതുപോലെ തന്നെ ഈ ഡു ഇറ്റ് എങ്ങനെ വരും? macht das, യാ, മാർക്ഡ് ദാസ് എന്ന് വരും. അപ്പം നമ്മൾ ഇമ്പറാറ്റീവ് സെന്റൻസ് ബിൽഡ് ചെയ്യുമ്പോൾ ദൂടെ കൂടെ സബ്ജക്റ്റും വരില്ല, വേർബ് എൻഡിങ്ങും വരില്ല. സിയുടെ കൂടെ സബ്ജക്റ്റും വേണം, വേർബ് എൻഡിങ്ങും വേണം. ലാസ്റ്റ് ഇയറിന്റെ കൂടെ എങ്ങനെയായിരുന്നു? സബ്ജക്റ്റ് വേണ്ട, പക്ഷെ വേർബ് എൻഡിങ് വേണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇമ്പറാറ്റീവ് ആർട്സ് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് മോർ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ. സോ ലിസൺ എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു സുഹ്യോറൻ എന്നാണ് നമ്മൾ പറയാന്നുള്ളത്. സുഹ്യോറൻ. ഓക്കെ. സോ ദൂടെ കൂടെ വരുമ്പോ എങ്ങനെ വരും? സബ്ജക്റ്റും വേണ്ട, വേർബ് എൻഡിങ്ങും വേണ്ട. സോ ഇറ്റ് വിൽ ബി ഹ്യോർ സു. ഹ്യോർ സു. സിയുടെ കൂടെ വരുമ്പോ എന്തായിരുന്നു റൂള്? രണ്ടും വേണം. സബ്ജക്റ്റും വേണം, വേർബ് എൻഡിങ് വേണം. സോ ഇറ്റ് വിൽ ബി ഹ്യോറൻസി സു എന്ന് വരും. ഹ്യോറൻസി സു എന്ന് വരും. ലാസ്റ്റ് വൺ ഇസ് ഇയറിന്റെ കൂടെ വരുമ്പോ എന്തായിരുന്നു റൂള്? വെർബ് എൻഡിങ് വേണം, സബ്ജക്റ്റ് വേണ്ട. വേർബ് എൻഡിങ് വേണം, സബ്ജക്റ്റ് വേണ്ട. സോ ഇറ്റ് വിൽ ബി ഹ്യോർ സു.
heard, സു എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിൾ ഇസ് കോൾ മീ നൗ. കോൾ മീ നൗ. കോൾ എന്നുള്ളതിന് അൺറൂഫൻ എന്ന് പറയും. ഇറ്റ് ഇസ് എ ട്രെൻബാര വേർബ്. ഓക്കെ, ട്രെൻബാര വേർബിന്റെ ഒരു റൂൾ ആണ് ട്രെൻബാര വേർബ് എപ്പോഴും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഇമ്പറാറ്റീവ് ആണെന്ന് വിചാരിച്ച് സെപ്പറേറ്റ് ചെയ്യാതെ ട്രെൻബാര വേർബ് സെപ്പറേറ്റ് ചെയ്യാത്ത ഒരു കേസ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് വേർബ് വരുമ്പോൾ. ഓക്കെ, ബാക്കി എല്ലാ കേസിലും നമ്മൾ ട്രെൻബാര വേർബ് സെപ്പറേറ്റ് ചെയ്യണം. അതൊന്ന് മൈൻഡിൽ വെക്കുക. സോ കോൾ മീ നൗ. നൗ എന്നുള്ളതിന് യെറ്റ്സ് എന്ന് പറയും. കോൾ എന്നുള്ളതിന് അൺറൂഫൻ എന്ന് പറയും. സോ ഇങ്ങനെ വരും, ദൂടെ കൂടെ എങ്ങനെ വരും? Roof mich jetzt an. റൂഫ് മിഷ് യെറ്റ്സ് അൻ എന്ന് വരും. റൂഫ് മിഷ് Jetzt. യെറ്റ്സ് റിമൂവ് ചെയ്തു, സബ്ജക്റ്റും കൊടുക്കില്ല. റൂഫ് മിഷ് യെറ്റ്സ് അൻ എന്ന് വരും. അടുത്തത് സീയുടെ കൂടെ എങ്ങനെ വരും? Rufen Sie mich jetzt an. റൂഫൻ സി മിഷ് യെറ്റ്സ് അൻ എന്ന് വരും. റൂഫൻ സി മിഷ് യെറ്റ്സ് അൻ. അവിടെ സബ്ജക്റ്റും വന്നു, വേർബ് എൻഡിങ്ങും വന്നു. ഇനി ഇയറിന്റെ കൂടെ എങ്ങനെ വരും? Ruft mich jetzt an. റൂഫ് മിഷ് യെറ്റ്സ് അൻ. ഇവിടെ വേർബ് എൻഡിങ് വരും, പക്ഷേ സബ്ജക്റ്റ് വരില്ല. ഈ ഒരു രീതിയിലാണ്. സോ വൺസ് അഗെയിൻ നമുക്ക് ഇമ്പറാറ്റീവ് ഒന്നുകൂടെ നോക്കാം. ഇമ്പറാറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമാൻഡ്സ്, റിക്വസ്റ്റ്, സജഷൻസ്, ഇൻസ്ട്രക്ഷൻ, പിന്നെ അഡ്വൈസ്, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പറാറ്റീവ്സ് ആർട്സ് യൂസ് ചെയ്യുന്നത്. ഇമ്പറാറ്റീവ്സ് ആർട്സ് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് എഴുതുക ആൻഡ് സെക്കൻഡ് പേഴ്സണെ ഡിനോട്ട് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഇസ് യു. ജർമ്മനിൽ നമുക്ക് 3 യു വരുന്നുണ്ട്. ദു, സി, ഇയർ. ഈ 3 യുടെ കൂടെ മാത്രമായിരിക്കും നമ്മൾ ഇമ്പറാറ്റീവ്സ് ആർട്സ് എഴുതുന്നത്, അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇമ്പറാറ്റീവ്സ് ആർട്സ് ബേസിക്കലി നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ആൻഡ് ഇമ്പറാറ്റീവ്സ് ആർട്സ് നമുക്ക് ഒരിക്കലും മൊഡാൽ വേർബ്സിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇമ്പറാറ്റീവ്സ് ആർട്സ് എഴുതുമ്പോൾ എപ്പോഴും വേർബിന്റെ പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും. പിന്നെ ദൂടെ കൂടെ നമ്മൾ ഇമ്പറാറ്റീവ്സ് ആർട്സ് എഴുതുമ്പോൾ സബ്ജക്റ്റും വരില്ല, വേർബ് എൻഡിങ്ങും വരില്ല. സിയുടെ കൂടെ എഴുതുമ്പോൾ സബ്ജക്റ്റും വരും, അതുപോലെ തന്നെ വേർബ് എൻഡിങ്ങും വരും. ലാസ്റ്റ് ഇയറിന്റെ കൂടെ ഇമ്പറാറ്റീവ് എഴുതുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് വരില്ല, പക്ഷെ വേർബ് എൻഡിങ് വരും. ഈ ഒരു രീതിയിലാണ്. സോ ഇസ് ഇറ്റ് ക്ലിയർ, അർഷദ്? Yeah. ഓക്കെ, then let's do some exercise. ഞാൻ താഴെ ഒരു 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 3 യു വെച്ചിട്ടും ഇമ്പറാറ്റീവ്സ് ആർട്സ് ബിൽഡ് ചെയ്യാം. ട്രെൻഡ് വേർബ് വന്നാൽ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, Okay. അറിയാത്ത വേർബ്സ്, ചിലപ്പോൾ ഇറഗുലർ വേർബ്സ് ഉണ്ടായിരിക്കും. കോൺജുഗേഷൻ അറിയില്ലെങ്കിൽ കോൺജുഗേറ്റ് റിവേഴ്സോ ആപ്പില്ലേ, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ. Okay.
യാർഷദ് കഴിഞ്ഞായിരുന്നോ? അല്ല, രണ്ടെണ്ണം കൂടി ഉണ്ട്. ഓക്കെ. കഴിഞ്ഞു. Yeah, 1 second. യാർഷദ്, first one. Mahdi Housegabe, ഉം. Dunde, ഉം. Zinde Mahanzi Housegabe, Yerinde Mahdi Housegabe. ഓക്കെ, ഇവിടെ വന്നൊരു ചെറിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഡു യുവർ ഹോംവർക്ക് എന്നാണ്. യുവർ ഹോംവർക്ക്. അപ്പൊ നമ്മൾ യുവർ കൊടുക്കണം. ഓക്കെ, ഡൂടെ കൂടെ യുവർ വരുമ്പോ എങ്ങനെയായിരിക്കും? ഡൂടെ യുവർ അത് ഇൻഫോർമൽ ആയിട്ട് സബ്ജക്റ്റ് അല്ലേ? അത് സബ്ജക്റ്റ് അല്ല, അത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഡൂടെ കൂടെ വരുമ്പോ മാഹ് ഡൈന ഹൗസ് ഓഫ് ഗാബ എന്ന് വരും. ഡൈന. ഓക്കെ, പക്ഷെ സീയുടെ കൂടെ വരും അത് മാറും എങ്ങനെയാണ് യു വരുന്നത് എന്നുള്ളത്. സോ ഇറ്റ് വിൽ ബി മാഹൻസി ഇയർ ഹൗസ് ഓഫ് ഗാബ്. ഇയർ ഹൗസ് ഓഫ് ഗാബ്. ലാസ്റ്റ് ഇയറിന്റെ കൂടെ വരുമ്പോൾ മാർക്ട് ഓയർ ഹൗസ് ഓഫ് ഗാബ്. ഓയർ, ദാറ്റ് ഈസ് നിങ്ങൾ യോർ എന്നുള്ളതും ഈ ഇതിന്റെ കൂടെ കോൺജുഗേറ്റ് ചെയ്ത് പോകണം. ക്ലിയർ? ഒന്നുമില്ല, ദി ഹൗസ് ഓഫ് ഗാബ് എന്ന് പറഞ്ഞതിന് പകരം അവിടെ യുവർ എന്നുള്ള വരും. ഓക്കെ, പൊസസീവ് പ്രോണോമൻ അവിടെ വരും. ക്ലിയർ അർഷദ്? Yeah, yeah. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞോളൂ. Mahdi Toyazu, ഉം. Mahanzi Toyazu, Mahdi Toyazu. Yeah, very good. Third one. Rom das Zimmer auf, Roman sie das Zimmer auf, Rom das Zimmer auf. Yeah, very good. Next one. Nah, das Girl, Nahman sie das Girl, Nah das Girl. Yeah, very good. Any last one?
Trink den Kaffee. Trinken Sie den Kaffee. Trink den Kaffee. ജയഗുഡ്. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഐ ഗെസ് ഇയാൾക്ക് ഇമ്പറാറ്റീവ് ക്ലിയർ ആയിട്ടുണ്ടെന്ന്. ക്ലിയർ അല്ല? എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ യുവർ വരുമ്പോ ഇപ്പൊ ഇയാള് ക്ലോസ് ദ ഡോർ എന്നുള്ളതിന് ദി ട്യൂർ എന്ന് കൊടുത്തില്ലേ, അതുപോലെ തന്നെ യുവർ എന്നുള്ളത് പൊസസീവ് പ്രോണോമൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇവിടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊസസീവ് പ്രോണോമൻ ആണ് ഡൈൻ എന്നുള്ളത്, യുവർ എന്ന് പറയും. ജിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊസസീവ് പ്രോണോമൻ ആണ് ഇയർ എന്നുള്ളത്. അതുപോലെ തന്നെ ഇയറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊസസീവ് പ്രോണോമൻ ആണ് ഒയർ എന്നുള്ളത്. അതും കൂടെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും. ഓക്കെ, സോ ജസ്റ്റ് വെയിറ്റ്, ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെൽഷ്, വിച്ച്, അതിന്റെ കുറച്ച് കാര്യങ്ങളാണ്. എന്തായിരുന്നു? വെൽഷ്, വിച്ച്, വേവ്, ഫ്രാഗ, വ്യോട്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വിച്ച് എന്നുള്ളത് നിങ്ങൾ A1 പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരു 5 ബെസോന്തർ വേവ് ഫ്രാഗ വ്യോട്ടേഴ്സിൽ പെട്ട ഒരു വേവ് ഫ്രാഗ വാട്ടർ ആണ്. ദാറ്റ് ഇസ് WH ക്വസ്റ്റ്യൻ ആണ് വിച്ച് എന്നുള്ളത്, വെൽഷ് എന്നുള്ളത്. പ്രത്യേകത എന്തായിരുന്നു? വെൽഷ് എന്നുള്ള ക്വസ്റ്റ്യന് തൊട്ട് ശേഷം നമുക്ക് എന്ത് ചേർക്കാം? നമുക്കൊരു സബ്ജക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. സാധാരണ വേവ് ഫ്രാഗ് ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ബിൽഡ് ചെയ്യുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ ആര് വരും? മറ്റേ വാസല്ലേ? ഫസ്റ്റ് പൊസിഷനിൽ വേവ് ഫ്രാഗ് വാട്ടർ, WH ക്വസ്റ്റ്യൻ വേർഡ്സ് വരും. സെക്കൻഡ് പൊസിഷനിൽ തേർഡ് പൊസിഷനിൽ സബ്ജക്റ്റ് വരും. പക്ഷെ വെൽഷ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, വെൽഷ ഒരു എക്സെപ്ഷണൽ കേസാണ്, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ആര് വരും? വേവ് ഫ്രാഗ് വാട്ടർ വരും. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഒരു നൗണ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. എന്നിട്ട് ഈ ക്വസ്റ്റ്യനും നൗണും എന്നുള്ള കോംബോ സിംഗിൾ പൊസിഷൻ ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. സോ ഫസ്റ്റ് പൊസിഷനിൽ വെൽഷ പ്ലസ് നൗൺ, സെക്കൻഡ് പൊസിഷനിൽ വേർബ്, തേർഡ് പൊസിഷനിൽ സബ്ജക്ട്. ഈ രീതിയിലാണ് വെൽഷ നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വെൽഷയ്ക്ക് ചെറിയൊരു കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ദാറ്റ് ഈസ്, നമുക്കറിയാം നമ്മൾ ആർട്ടിക്കിൾസും പൊസസീവ് പ്രോണോമനും പൊസസീവ് പ്രോണോമനും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ കേസ് ആൻഡ് ജെൻഡർ എന്തുണ്ടായിരിക്കും? അതിന്റെ എൻഡിങ്ങിൽ ഡിഫറൻസ് വരും എന്നുള്ളത് അല്ലെ. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, മാസ്കുലിനിൽ നോമിനാറ്റീവില് ദേർ ആണെങ്കിൽ അക്യൂസാറ്റീവിൽ എന്തായി മാറി? മാസ്കുലിൻ ദേനായിട്ട് മാറി. ആൻഡ് ഡാറ്റീവിൽ എന്തായിട്ട് മാറി? ദേമായിട്ട് മാറി. ഇതുപോലെ തന്നെ വെൽഷയ്ക്കും എൻഡിങ് വരുന്നുണ്ട്. വെൽഷയുടെ എൻഡിങ്ങും ടെൻഡ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദി കേസ് ആൻഡ് ജെൻഡർ. ഓക്കെ, ദാറ്റ് ഈസ് നോമിനാറ്റീവിലും ഡാറ്റീവിലും വെൽഷ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിലും ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. നോമിനാറ്റീവില് വെൽഷ എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. നോമിനാറ്റീവ് മാസ്കുലിൻ ആണെങ്കിൽ വെൽഷർ എന്ന് വരും, വെൽഷർ. ഫെമിനിൻ ആണെങ്കിൽ വെൽഷ്. നോയ്ത്രും ആണെങ്കിൽ വെൽഷസ്, വെൽഷസ്. പ്ലൂറൽ ആണെങ്കിൽ വെൽഷ്. അക്യൂസാറ്റീവ് മാസ്കുലിൻ EN എൻഡിങ് ആണ് വരിക എന്ന് നമുക്കറിയാം, വെൽഷൻ. വേറെ ഒന്നിലും ചേഞ്ച് ഇല്ല എന്ന് നമുക്കറിയാം. ഫെമിനിൻ വെൽഷ്, നോയ്ത്രും വെൽഷസ്, പ്ലൂറൽ വെൽഷ്. ഡാറ്റീവിൽ 4 ജെൻഡറും മാറും എന്നുള്ളത് നമുക്കറിയാം. മാസ്കുലിനിൽ വെൽഷം, ഫെമിനിനിൽ വെൽഷർ, നോയ്ത്രൂമില് വെൽഷം,
പ്ലൂറല് വെൽഷൻ. ഈ രീതിയിലാണ് നമ്മുടെ 12 വെൽഷർ ഫോംസ് വരുന്നത്. ഓക്കെ, സോ വെൽഷർ നമ്മുടെ ആർട്ടിക്കിൾസ് പോലെ തന്നെ ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് ആൻഡ് ജെൻഡർ അതിന്റെ എൻഡിങ്ങിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, എങ്ങനെയാ മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാസ്വേം റൂൾ തന്നെയാണ് ഇവിടെ. ഓക്കെ, സോ ലെറ്റ്സ് സി. ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് വിച്ച് പെൻ ആർ യു ബൈയിങ്. സോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്ന എക്സെപ്ഷൻ എന്തായിരുന്നു? വിച്ച് എന്നുള്ളതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഒബ്ജക്റ്റും ആഡ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് വിച്ച് പെൻ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജർമ്മനിലും ഇങ്ങനെ പറയാം വിച്ച് പെൻ എന്നുള്ളത് ഒരുമിച്ച് വരാം. ദാറ്റ് ഇസ് വെൽഷയും കൂലിയും ഒരുമിച്ച് എഴുതാം. ആൻഡ് അതിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യും. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ വേർബ് വരും, എന്നിട്ട് സബ്ജക്റ്റ് വരും. ഈ രീതിയിലാണ് വരുന്നത്. സോ വിച്ച് പെൻ ആർ യു ബൈയിങ് എന്നുള്ളതാണ് സെന്റൻസ്. സോ പെന്നിന് നമ്മൾ ദേർ കൂലി എന്ന് പറയും, ടു ബൈ എന്നുള്ളത് കൗഫൻ എന്ന് പറയും. ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ആരാണ് അർഷദ്? ഹു ഇസ് ദി ഡൂവർ ഓഫ് ആക്ഷൻ? ഡു ആണോ? യു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. യു ആണ് ഈ സെന്റൻസിലെ ഡൂവർ ഓഫ് ആക്ഷൻ അല്ലെ? ഇനി വിച്ച് പെൻ എന്നുള്ളത് അപ്പൊ എന്തായിരിക്കും അവിടെ? പെൻ എന്നുള്ളത് അവിടെ നോമിനാറ്റീവ് അല്ല. അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? അക്യൂസേറ്റീവ്. അക്യുസാറ്റീവ് ആണ്. യെസ്, വെരി ഗുഡ്. അക്യുസാറ്റീവ് ആണ്. പെൻ എന്നുള്ളത് അക്യുസാറ്റീവ് ആയതുകൊണ്ട് നമ്മൾ വിച്ച് എന്നുള്ളത് ഇങ്ങനെ അക്യുസാറ്റീവിൽ നോക്കണം. അക്യുസാറ്റീവിൽ ഏതാ ജെൻഡർ? പെന്നിന്റെ ജെൻഡർ എന്താ? ഡേം. മാസ്കുലിൻ ആണ് അല്ലെ? ദേർ കൂലിയാണ്. സോ വിച്ച് എന്നുള്ളത് നമ്മൾ അക്യുസാറ്റീവ് മാസ്കുലിനിൽ എങ്ങനെ വരും? വെൽഷൻ എന്ന് വരും. അപ്പൊ വെൽഷൻ കൂലി കൗസ് ദു എന്ന് വരും. വെൽഷൻ കൂലി കൗസ് ദു. ഫസ്റ്റ് പൊസിഷനിൽ വെൽഷർ പ്ലസ് നൗൺ വന്നു, സെക്കൻഡ് പൊസിഷനിൽ വേർബ് വന്നു, ദെൻ സബ്ജക്റ്റ് വന്നു. വെൽഷൻ കൂലി കൗസ് ദു എന്ന് വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് വിച്ച് ഡ്രസ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ആരാണ്? എന്തായിരുന്നു? ഇറ്റ് ഈ സെന്റൻസിലില്ല. വിച്ച് ഡ്രസ് ഈസ് ബ്യൂട്ടിഫുൾ. സബ്ജക്റ്റ് ആരാണ്? ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഡ്രസ്സിനെ പറ്റി. അപ്പൊ ഡ്രസ് ആയിരിക്കും എന്ത്? സബ്ജക്റ്റ്. സോ വിച്ച് ഡ്രസ് എന്നുള്ളത് വിച്ച് നമ്മൾ എന്താ നോക്കേണ്ടി? അപ്പം ഏത് കേസിലാ നോക്കേണ്ടത്? നോമിനാറ്റീവ് കേസിൽ. ഡ്രസ് നോമിനാറ്റീവ്. ഇനി ഡ്രസ് എന്നുള്ളത് ദാസ് ക്ലൈഡ് ആണ്. നമ്മൾ ഏത് ജെൻഡറിലാ നോക്കേണ്ടത്? നോമിനാറ്റീവിൽ ഏതാണ് ജെൻഡർ? ഏതാണ്? വൺസ് അഗൈൻ ദാസ് ക്ലൈഡ് ആണ്. സോ ജെൻഡർ വിൽ ബി നോയ്ത്രും അല്ലെ? നോമിനാറ്റീവ് നോയ്ത്രും ആണ് നോക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി വെൽഷസ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം വെൽഷസ് ക്ലൈഡ് ഇസ് ഷ്യൂൺ എന്ന് വരും. വെൽഷസ് ക്ലൈഡ് ഇസ് ഷ്യൂൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് വിച്ച് ബാഗ് ഇസ് യോസ്. വിച്ച് ബാഗ് ഇസ് യോസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ സെന്റൻസിൽ ടു ബിലോങ് ടു അല്ലെങ്കിൽ ഇവിടെ യോസ് എന്നുള്ളതിൽ വേർബായിട്ട് വരുന്നത് ഗെഹ്യോറൻ എന്നുള്ളതാണ്. ടു ബിലോങ് ടു. ഈ ഗെഹ്യോറൻ ഏതെങ്കിലും ചാർട്ടിൽ കണ്ടുപരിചയമുണ്ടോ? ദാറ്റീവ് വേർബാണ് ഇത് ഗെഹ്യോറൻ എന്നുള്ളത്. ബാഗിന് ദി ടാഷ എന്ന് പറയും. ഓക്കെ, ദി ടാഷ. അങ്ങനെയാണെങ്കിൽ ഇതില് നോമിനാറ്റീവ് ആരാണ്? ബാഗ് ഇസ് ദി നോമിനാറ്റീവ്. ആൻഡ് ഇവിടെ വരുന്നത് ഗെഹ്യോറൻ എന്നുള്ളത് ഡാറ്റീവ് വേർബ് ആണ്. സോ യോർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഡാറ്റീവ് ആയിട്ട് മാറും. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് വിച്ച് ബാഗ് എന്നുള്ളത് എങ്ങനെയാ പറയാന്നുള്ളതാണ്. ബാഗിന് ദി ടാഷ എന്ന് പറയും. അപ്പം നോമിനാറ്റീവിൽ ഫെമിനിൻ എങ്ങനെയാ വരിക? വെൽഷർ ടാഷ് ഗെഹ്യോട്ട് ഡിയർ എന്ന് വരും. വെൽഷർ ടാഷ് ഗെഹ്യോട്ട് ഡിയർ. ടാഷ എന്നുള്ളത് നോമിനാറ്റീവ് ആണ്. യോർ എന്നുള്ളത് ഇവിടെ ഡാറ്റീവ് ആയിട്ട് മാറി. ബിക്കോസ് ഗെഹ്യോറൻ എന്നുള്ളത് എന്താണ്? ഡാറ്റീവ് വേർബ് ആണ് അല്ലെ? ഇനി നെക്സ്റ്റ് ലാസ്റ്റ് എക്സാമ്പിൾ ആണ് വിച്ച് ബുക്ക് ഡു യു യൂസ് ടു ലേൺ ജർമ്മൻ, അല്ലെങ്കിൽ വിത്ത് വിച്ച് ബുക്ക് ഡു യു ലേൺ ജർമ്മൻ എന്നാണ്. ഓക്കെ, ടു ലേൺ വിത്ത് എന്നുള്ളതിന് നമ്മളൊരു
verb plus preposition combo, that is learn and myth എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ബുക്കിന് ദാസ് ബുക്ക് എന്ന് പറയും അല്ലെ. ഓക്കെ, ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് വിച്ച് ബുക്ക്. ഓക്കെ, വിത്ത് വിച്ച് ബുക്ക് എന്നാണ് പറയുന്നത്. സോ നമ്മൾ വിച്ചിന് മുന്നേ തന്നെ ആരെ കൂടെ ചേർക്കുന്നുണ്ട്? മിത്ത് എന്നുള്ള പ്രപ്പോസിഷൻ കൂടെ ചേർക്കുന്നുണ്ട് അല്ലെ. സോ മിത്ത് എന്നുള്ളത് ഏത് പ്രപ്പോസിഷൻ ആണ്? Dative. ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. സോ അതിനുശേഷം വരുന്ന വിച്ച് ബുക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? Dative ആയി മാറും. ഡാറ്റീവ് ആയിട്ട് മാറും. നമുക്കറിയാം ബുക്ക് എന്നുള്ളതിന്റെ ജെൻഡർ എന്താണ്? Das. Nominative. നോയ്ത്രൂം ആണ്. നോയ്ത്രൂം. ഓക്കെ, സോ നമ്മൾ വിത്ത് വിച്ച് ബുക്ക് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കേണ്ട എന്താ? ഡാറ്റീവ് പ്ലസ് നോയ്ത്രൂം. ഡാറ്റീവ് നോയ്ത്രൂമിൽ വെൽഷ എങ്ങനെയാ വരുന്നത്? Welsham. ഡാറ്റീവ് നോയ്ത്രൂം വെൽഷം എന്ന് വരും. വെൽഷം ബൂക്ക് എന്ന് വരും. ഇനി ആ സെന്റൻസിലെ നോമിനാറ്റീവ് ആരാണ്? അടുത്ത ഡുവർ ഓഫ് ആക്ഷൻ? Do. You. You ആണ് സെന്റൻസിലെ നോമിനാറ്റീവ്. സോ ഇറ്റ് വിൽ ബി വിത്ത് വെൽഷം ബൂക്ക് ലേൺസ് ദു ഡോഷ്. വിത്ത് വെൽഷം ബൂക്ക് ലേൺസ് ദു ഡോഷ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഡാറ്റീവ് ആയിട്ട് മാറിയത്? വിത്ത് വിച്ച് ബുക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ, പ്രപ്പോസിഷൻ ഡാറ്റീവ് ആയതുകൊണ്ട് തന്നെ വിച്ച് ബുക്ക് എന്നുള്ളത് എന്തായിട്ട് മാറി? ഡാറ്റീവ് ആയിട്ട് മാറി. ഓക്കെ, ആ രീതിയിലാണ് വിത്ത് വെൽഷം ബൂക്ക് ലേൺസ് ദു ഡോഷ്. സോ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആർട്ടിക്കിൾസും പൊസസീവ് പ്രോണോമിനും പോലെ നമ്മുടെ വെൽഷ എന്നുള്ളതിനും എൻഡിങ് വരും, ഡിപ്പെൻഡിങ് ഓൺ ദി കേസ് ആൻഡ് ജെൻഡർ. അത് നോമിനാറ്റീവിലും അക്വസാറ്റീവിലും ഡാറ്റീവിലും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും അല്ലെ. നോമിനാറ്റീവ് മാസ്കുലിനിലെ വെൽഷർ എന്നും ഫെമിനിനിലെ വെൽഷ എന്നും നോയ്ത്രൂമിലെ വെൽഷസ് പ്ലൂറലിലെ വെൽഷ എന്നും വരും. അക്വസാറ്റീവ് മാസ്കുലിനിലെ വെൽഷൻ എന്ന് വരും, ഫെമിനിനിലെ വെൽഷ, നോയ്ത്രൂമിലെ വെൽഷസ്, പ്ലൂറലിലെ വെൽഷർ. ഡാറ്റീവിൽ വരുമ്പം ഇനി മാസ്കുലിൻ വെൽഷം, ഫെമിനിൻ വെൽഷർ, നോയ്ത്രൂം വെൽഷർ, പ്ലൂറൽ വെൽഷർ. ഈ രീതിയിലാണ് വരിക. ഇപ്പൊ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ വിച്ച് ഏതാ കേസ് എന്നുള്ള ചെക്ക് ചെയ്യാന്ന് അറിയാവോ? മനസ്സിലായോ? എങ്ങനെയാണ് വിച്ചിന്റെ കേസ് ചെക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലായോ? അത് നോമിനാറ്റീവ് അക്വസാറ്റീവ്. ഓക്കെ, സോ ഇതിൽ കുറച്ച് എക്സസൈസ് ചെയ്യാം. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇയാളും ചെയ്ത പെട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ചില സെന്റൻസിൽ വേറെ സബ്ജക്ട് നൗണുകളൊന്നും വരുന്നില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിച്ച് ഡേറ്റ് ഇസ് ടുഡേ എന്നുള്ള സെന്റൻസിൽ വേറെ നൗണ് വരുന്നില്ല. വിച്ച് ഡേറ്റ് മാത്രമാണ് അവിടുത്തെ നൗണ്. നമുക്കറിയാം ഈസ് എന്നുള്ളത്, ദാറ്റ് ഇസ് സൈൻ എന്നുള്ളത് നോമിനാറ്റീവ് വേർബ് ആണെന്നുള്ളത്. സോ എന്തായാലും ഡേറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? നോമിനാറ്റീവ് ആയി മാറും. അപ്പൊ നോമിനാറ്റീവ് വേർബ്സ് ഒക്കെ മൈൻഡിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യം വരും. സൈൻ, ബ്ലൈബൻ, ഹൈസൻ, വേർഡൻ, ഈ 4 ആയിരുന്നു നമ്മുടെ നോമിനാറ്റീവ് വേർബ്സ്. Okay, then please do that.
completed? Done? അല്ല Okay, fine.
Yeah, sure. Completed. Done. Shall we discuss? 4 എത്തിയിട്ടുള്ളൂ. ആണോ? Okay. Oh, let's do like this. 4 വരെയുള്ള ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. Because it's already 11:05. എന്നിട്ട് ബാക്കി ഇയാള് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രൂപ്പിൽ ഒന്ന് സെൻഡ് ചെയ്യാൻ. ഓക്കെ 5, 6, 7 എഴുതിയിട്ട്. Is that Okay. fine? കംപ്ലീറ്റ് അല്ല. 4 വരെ എഴുതിയില്ലേ? ഇല്ല, 4 കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, എഴുതിയത് വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാ ഫസ്റ്റ് വൺ പറഞ്ഞോളൂ. Welches Datum ist heute? Yeah, welches Datum? Datum ist heute. Sehr good. Second one. Welchen Tisch ist kaputt? Welchen ആണോ വന്നത്? en ആണോ? Yeah. എന്തുകൊണ്ടാണ് അവിടെ en വന്നത്? അക്യൂസാറ്റീവ് ആണോ അത്? അതെ. അതെങ്ങനെ അക്യൂസാറ്റീവായി? മ്യൂട്ട് ചെയ്യണ്ട. അവിടെ ആ സെന്റൻസിലെ നോമിനാറ്റീവ് ആരാണപ്പോ? അപ്പൊ ഇതില് അപ്ലൈ ചെയ്യാൻ പറ്റൂലേ? ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ സെന്റൻസിൽ ഒരു നൗണേ വരുന്നുള്ളൂ. ആ നൗണ് ആ സെന്റൻസിലെ നോമിനാറ്റീവ് ആണ്. ടേബിൾ എന്നുള്ളത് ആ സെന്റൻസിലെ നോമിനാറ്റീവ് ആണ്. അപ്പോ നൗണ് വരുന്നതെല്ലാം നോമിനേറ്റീവ് ആണോ? ജസ്റ്റ് സി, അവിടെ ഒരു നൗണേ വരുന്നുള്ളൂ. അവിടെ സബ്ജക്റ്റ് മാത്രം വരുന്നുള്ളൂ, ഒബ്ജക്റ്റ് വരുന്നില്ല. അപ്പൊ നിങ്ങൾ അക്യൂസാറ്റീവും ഡാറ്റീവും ചിന്തിക്കേ വേണ്ട. ആ സെന്റൻസിൽ നോമിനാറ്റീവ് മാത്രം വരുന്നുള്ളൂ. ടേബിൾ എന്നല്ലാതെ വേറെ ഏതെങ്കിലും നൗണോ ഒബ്ജക്റ്റോ ആ സെന്റൻസിൽ ഇല്ല. അപ്പൊ ഒരു നൗൺ ആണെങ്കിൽ എന്തായാലും നോമിനാറ്റീവ് ആയിരിക്കും, അങ്ങനെയാണോ? ഒരു നൗൺ എന്നല്ല, സബ്ജക്റ്റ് മാത്രമാണെങ്കിൽ ദെൻ നോമിനാറ്റീവ് ആയിരിക്കും ആ സെന്റൻസിൽ. നൗൺ ഓക്കെ, ഇതിൽ വേറെ ഒരു ഒബ്ജക്റ്റും വരുന്നില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? Welcher Tisch ist kaputt? Welcher Tisch ist kaputt എന്ന് വരും. ഇനി തേർഡ് വൺ. Welche Computer du kaufst? വെൽഷൻ ആണോ വെൽഷർ ആണോ? Welcher? വെൽഷ ഇത് ക്ലിയർ ആയില്ലേ? en ആണോ er ആണോ? Welcher? Yeah. er എന്തുകൊണ്ട് വന്നു? വിച്ച് കമ്പ്യൂട്ടർ ഡിഡ് യു ബൈ? ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ആരാണ്? കമ്പ്യൂട്ടർ ആണ്. which computer did you buy? Who is the doer? ആരാണ് മേടിക്കുന്നത്? You. അപ്പൊ യു ആയിരിക്കും ആ സെന്റൻസിൽ എന്ത്? യു വിൽ ബി ദി നോമിനാറ്റീവ്. ഓക്കെ, ഇനി വരുന്നത് എന്താണ്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്നുള്ളത് അക്യൂസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? അക്യൂസാറ്റീവ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും വിച്ച് വരിക? Welchen Computer du kaufst? Welchen എന്നല്ലേ വരിക? ഡിഡ് യു ബൈ എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. കൗഫന്റെ gekauft, വെൽഷൻ കമ്പ്യൂട്ടർ ആണ് വരിക. കൗഫൻ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് gekauft ആണ് എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെയായിരിക്കും എഴുതുക. അപ്പോ വെൽഷൻ ഹാബ് വരുമോ? പാർട്ടിസിപ്സ് വൈ. വെൽഷൻ കമ്പ്യൂട്ടർ ഹാസ്റ്റ് ദു gekauft.
Welchen Computer hast du gekauft? Hast du gekauft? Du gekauft. അപ്പൊ ബാക്കിയുള്ളത് ഇയാളൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ എഴുതാകുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. Fine? Okay. Yeah. Okay. ഇത്ര ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ല ഹർഷദ്? Yeah. ഇതില് കുറച്ച് ക്ലിയർ ആവാണ്ട് ഞാൻ ചോദിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഓക്കെ ഇയാൾ മെസ്സേജ് അയച്ചാൽ മതി ചെയ്യുമ്പോൾ. ഫൈൻ. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. എക്സസൈസ് ചെയ്തിട്ട് ഇയാൾ അയക്കുക. ഓക്കെ ചൂസ്. നാളെയും ക്ലാസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ആണെന്ന് പറഞ്ഞിരുന്നു. നാളെയും ക്ലാസ് കാണും. Okay. ഓക്കെ ബൈ. Cheers. Cheers.